വയനാട് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിൽ ഒന്ന്. പക്ഷെ ഇന്ന് വയനാടെന്ന് പറഞ്ഞാൽ തൊട്ടു പിന്നാലെ നാവിലെത്തുന്ന വാക്ക് ദുരന്തം എന്നാണ്. ഈ ദുരന്തം വിളിച്ചു വരുത്തുന്നതോ, ഈ ദുരന്തം തടയാൻ കഴിയുന്നവർ തടയാതെ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതാണോ? ഞാൻ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്റെ കൺക്ലൂഷൻ മാത്രം ഒന്ന് വായിക്കാം. ഓൺ എ പ്രിലിമിനറി അണ്ടർസ്റ്റാൻഡിംഗ്, the Kalladi disaster of 7/7/2026 was not unforeseen. It was foreseen in writing 5 times over. The machinery which foresaw it, the DDMA under the DM Act, was told by the SEC that it had no mandate in the teeth of Section 72 of the DM Act as expounded by the division bench of this honorable court. ഈ ഹൈക്കോടതിയുടെ വലിയൊരു റൂളിംഗ് ചൂണ്ടിക്കാട്ടി എൻവയൺമെന്റൽ ക്ലിയറൻസ് ലഭിച്ച ഒരു പദ്ധതിയിൽ ഇത്തരം ദുരന്ത സാധ്യതയുണ്ടെങ്കിൽ അതിൽ ഇടപെടാനാകില്ല എന്ന നിയമത്തിന്റെ സാങ്കേതികത്വത്തിന്റെ പഴുതിൽ ഒളിച്ചതാര്? കയ്യും കെട്ടി നോക്കിയിരുന്നതാര്? ദുരന്തമോ അതോറിറ്റി? റൈറ്റ് സൈഡ് ചോദിക്കുന്നു. എനിക്കൊപ്പം രഞ്ജിത്ത് അമ്പാടി, ഐസൻ ജോസ്, പ്രജിത്ത്, മോഹൻ. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് ഇനി ഒരു ചെറിയ വാർത്താ ശകലം കൂടി വായിച്ചിട്ട് പാനലിസ്റ്റുകളിലേക്ക് കടക്കാം. ഇത് പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന പലപ്പോഴും പരിഹസിക്കപ്പെടുന്ന ദ ഹിന്ദുവിന്റെ ഫ്രണ്ട് ലൈൻ മാഗസിനാണ്. എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ വിശദമായി പറയുന്നുണ്ട്. നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്, പിന്നാലെ വന്ന കസ്തൂരി രംഗന്റെ റിപ്പോർട്ട് ഒക്കെ പരാമർശിക്കുന്നു. പക്ഷേ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സാങ്കേതികത്വവും കണക്കും ഇപ്പോൾ പറയുന്നില്ല. പ്രശ്നം അതിനുശേഷം ഇതേ ഫ്രണ്ട് ലൈനിൽ വന്ന ഒരു പരാമർശമാണ്. ചീഫ് മിനിസ്റ്റർ ടോക്സ് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച് ബട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് വാസ് ഇഗ്നോർഡ്. പതിവ് പോലെ ഈ ദുരന്തത്തിന് ശേഷം വൈകുന്നേരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു, ഗ്ലോബൽ വാർമിംഗ് ഉണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, കേരളം ഇത്തരം ദുരന്തങ്ങൾ എപ്പോഴും സംഭവിക്കാവുന്ന അവസ്ഥയിൽ ആണ് എന്ന്. അന്ന് തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ VD സതീശൻ പറഞ്ഞു, ലാൻഡ് സ്ലൈഡ്സ് ഇൻ വയനാട് ആൻഡ് അഡ്ജോയിനിങ് കോഴിക്കോട് ഡിസ്ട്രിക്ട് ഷോഡ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ക്യാൻ നോ ലോnger ബി ഇഗ്നോർഡ്. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ഇതിലൊക്കെ വളരെ കൃത്യമായ ബോധമുള്ളവരാണ്. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് നല്ല ബോധമുള്ള ആൾക്കാരാണ്. എന്ത് ചെയ്യണം എന്നറിയാം. എന്നിട്ടാണ് ഒന്നല്ല രണ്ടല്ല 5 തവണ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും അനങ്ങാതെ ഇരുന്നത്. അപ്പോൾ ഇതിന്റെ പേരെന്താ? കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അത് ദുരന്തം ഒഴിവാക്കാനുള്ള അതോറിറ്റിയാണോ, ദുരന്തം ഉണ്ടാകുന്നതിന് വേണ്ടി കാത്തിരുന്നിട്ട് ആ ദുരന്തം മാനേജ് ചെയ്യാനുള്ള കമ്മിറ്റിയാണോ, അതോറിറ്റിയാണോ എന്നതാണ് ചോദിക്കുന്നത്.